അപ്പോൾ ഇന്ന് പെസഹ വേഴം 6 മണിക്ക് ആരാധനയുണ്ട്, പോകാനായിട്ട് റെഡിയാക്കാണ്. അപ്പോൾ നമുക്ക് റെഡി ആയാലോ. ആദ്യം ഞാൻ ഒരു പൗഡറാണ് ഇടുന്നത്, ഹിമാലയ ബേബി പൗഡർ. എനിക്ക് പൗഡർ ഇട്ടില്ലെങ്കിൽ എനിക്കെന്തോ പോലെയാണ്. അത് ഞാൻ പൗഡറൊക്കെ ഇട്ട് ഐലൈനറൊക്കെ എഴുതി സാരിയാണ് ഞാൻ എടുത്തത്. ഞാനും ചേച്ചിയും ലീനു ചേച്ചി സാരിയാണ് എടുക്കുന്നത്. സാരിയെ കൊടുത്ത് ഇറങ്ങി ഞാൻ റെഡിയാവുന്ന തിരക്കിൽ ഞാൻ മോളെ റെഡിയാക്കുന്നുണ്ട്. അവൾ ഉറങ്ങി കിടക്കുന്നുണ്ട്. അവളെ റെഡിയാക്കിയാണ് ഞാൻ ഇരിക്കുന്നത്. ഇന്ന് തല കെട്ടാനാണ് ടാസ്ക്. പിന്നെ സൈഡിൽ നിന്ന് കുറച്ച് മുടിയൊക്കെ എടുത്ത് ക്ലിപ്പൊക്കെ ഇട്ട് സാധാരണ കെട്ടുന്ന പോലെ കെട്ടി. ഇതെൻ്റെ ഫേവറേറ്റ് കമ്മലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കമ്മൽ. ഞാൻ ഈ കമ്മലൊക്കെ എടുത്തിട്ട് പിന്നെ നോക്കിയപ്പോൾ ലിപ്സ്റ്റിക്ക് തീർന്നു. എന്നാലും അതിൽ നിന്നൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും അവൾ വിളിയോടി ഇറങ്ങിയില്ലേ സമയമായെന്ന് പറഞ്ഞു. പിന്നെ അവൾ ഇറങ്ങി വന്നു. ഞാൻ മോളെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി. ഇന്നത്തെ പോലെ ഇന്നും ഞാൻ ലേറ്റായിട്ടുണ്ട്. 6:30 മണി ഞാൻ പള്ളി എത്തിയപ്പോൾ. പിന്നെ ഇന്നൊരു 3 സ്നാനമുണ്ട്. പുതിയതായിട്ട് തിരുവത്താഴങ്ങൾക്ക് 3 സ്നാനമുണ്ട്. പിന്നെ നമ്മളെ പള്ളിയിൽ 10 പേരെന്ന് തിരുവത്താഴ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആരാധനയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഇത്രയും പേരാണ് നമ്മുടെ പള്ളിയിൽ ഇന്ന് തിരുവത്താഴ എടുക്കുന്ന അംഗങ്ങൾ. നിനക്ക് സമാധാനം നൽകുമോ? ആരാധനയെല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് പാസ്റ്റർ പറഞ്ഞു പെസഹ അപ്പം കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അത് ഞാനും ഉണ്ടായിക്കൊണ്ട് വന്നു പെസഹ അപ്പം. ഞാൻ ഉണ്ടാക്കിയത് ഇച്ചിരി കട്ടി കൂടുതലാണെന്ന് തോന്നുന്നു. ഇതാണ് ലീന ചേച്ചി, ഇതാണ് ഞങ്ങളുടെ പാസ്റ്ററിൻ്റെ വൈഫ്. ഇവരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആദ്യം ഓരോരുത്തരിൽ നിന്ന് പെസഹ അപ്പം എടുത്ത് പാസ്റ്റർ കഴിച്ചിട്ടുണ്ട്. പാസ്റ്ററിൻ്റെ വേറൊരു പള്ളിയിൽ ആരാധന ഉള്ളുണ്ട്. പാസ്റ്റർ പെട്ടെന്ന് പോവുകയാണ് ചെയ്തത്. ഇതാണ് മാളു, ഇത് ബാക്കിയുള്ളൊരു ഗീതോ രായി ചേച്ചി എല്ലാവരുമാണ്. പിന്നെ ഞങ്ങളത് എല്ലാവരും കൊണ്ടുവന്ന പെസഹ അപ്പം ടേസ്റ്റ് ഉണ്ട്. ഇത് സുരേഷ് ഏട്ടൻ കൊണ്ടുവന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. സത്യം പറഞ്ഞാൽ ഈ പെസഹ അപ്പത്തിൽ ഇനിപ്പിടാൻ പാടില്ല എന്നാണ്, പക്ഷെ ഞാൻ ഇച്ചിരി ഇനിപ്പിട്ടുണ്ടായിരുന്നു. ഇനിപ്പിടാതെയാണ് കഴിക്കാൻ. പിന്നെ കുഴപ്പമില്ല, നമ്മൾ ആദ്യം ഉണ്ടാക്കണതല്ലേ. അങ്ങനെ എല്ലാവരും പെസഹ അപ്പം ഷെയർ ചെയ്ത് കഴിക്കണം. മിക്കവരും കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാവരും മുറിച്ച് എല്ലാവരുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കഴിച്ചു, എല്ലാവരും ഇറങ്ങി. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന്. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക.